കേരളത്തിൽ ഇന്നും മഴ ശക്തമായി തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ തുടരുകയാണ്. ഇന്നും അതേ സാഹചര്യം തുടരുമെന്നാണ് വിലയിരുത്തൽ. ചില ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ജില്ലകളിൽ കണ്ണൂരും കാസർഗോഡുമാണ്. ഈ രണ്ട് ജില്ലകളും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സാധാരണ മഴയേക്കാൾ ശക്തമായ മഴയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ആയതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മലയോര മേഖലയിലുള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇതോടൊപ്പം ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നതെന്ന ചോദ്യം പലർക്കുമുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ വിശദീകരണം അനുസരിച്ച് മഹാരാഷ്ട്ര തീരത്തിന് സമീപം അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വടക്കൻ തെലങ്കാനയ്ക്ക് സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുകയാണ്. ഈ രണ്ട് കാലാവസ്ഥാ സംവിധാനങ്ങളുടെയും സ്വാധീനമാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ പ്രധാന കാരണം. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ കേരള, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയും പല ജില്ലകളിൽ തുടർന്നേക്കും. ആയതിനാൽ മഴ കുറഞ്ഞു എന്ന് കരുതി ജാഗ്രത കുറയ്ക്കരുതെന്നാണ് മുന്നറിയിപ്പ്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റും പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഇടിമിന്നലിനോടൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാം. ചില സമയങ്ങളിൽ കാറ്റിന്റെ വേഗം 60 കിലോമീറ്റർ വരെയും എത്താൻ സാധ്യതയുണ്ട്. ആയതിനാൽ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും ദുർബലമായ കെട്ടിടങ്ങൾക്ക് സമീപം നിൽക്കുന്നതും ഒഴിവാക്കണം. മഴ ശക്തമാകുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഈ പ്രദേശങ്ങളിൽ കടൽ വളരെ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കടൽ ശക്തമായ കാറ്റ് ഉയർന്ന തിരമാലകളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ ഇത് 60 കിലോമീറ്റർ വരെ എത്താം. കർണാടക തീരത്തും സമാനമായ സാഹചര്യമാണ് പ്രതീക്ഷിക്കുന്നത്. ആയതിനാൽ മത്സ്യബന്ധന ബോട്ടുകളും ചെറിയ വള്ളങ്ങളും കടലിൽ ഇറക്കരുതെന്നാണ് നിർദ്ദേശം. കേരളത്തിന് പുറമെ രാജ്യത്തിന്റെ മറ്റ് സമുദ്ര മേഖലയിലും മോശം കാലാവസ്ഥ തുടരുകയാണ്. സൊമാലിയൻ തീരത്തും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിലും ഇന്ന് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഇവിടെ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാം. ചില സമയങ്ങളിൽ ഇത് 65 കിലോമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. കൊങ്കൺ തീരത്തും ഗോവ തീരത്തും അതിനോട് ചേർന്ന മധ്യകിഴക്കൻ അറബിക്കടൽ പ്രദേശങ്ങളിലും ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ചില സമയങ്ങളിൽ അത് 60 കിലോമീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും സമാനമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലും ശക്തമായ കാറ്റും കടൽക്ഷോഭവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളും ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. രാത്രികാല യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ വേണം. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് പ്രാദേശിക ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. വലിയ മരങ്ങളുടെ ചുവട്ടിൽ അഭയം തേടുന്നതും ഒഴിവാക്കണം. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണതായി കണ്ടാൽ അതിനടുത്ത് പോകരുത്. അടിയന്തര സാഹചര്യങ്ങളിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പരിശോധിക്കണം. വിലക്ക് പിൻവലിക്കുന്നവരെ മത്സ്യബന്ധനത്തിന് ഇറങ്ങാതിരിക്കുന്നതാണ് സുരക്ഷിതം. മഴ കേരളത്തിന് അനുഗ്രഹമാണെങ്കിലും അതിശക്തമായ മഴയും കാറ്റും ഒരുപോലെ ജാഗ്രത ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. അടുത്ത കുറച്ച് ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ആയതിനാൽ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനാവശ്യ അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.